ഹേ ഗൈസ് വെൽക്കം ബാക്ക്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ ടോം അവൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. തൊട്ടുപോലെ തന്നെ സ്പ്രൈറ്റും വരുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ടോം ആരൊക്കെയോ കോൺടാക്ട് ചെയ്യുന്നതും അത് നമ്മുടെ സ്പ്രൈറ്റ് കാണുന്നതും അതിനുശേഷം നമ്മുടെ സ്പ്രൈറ്റിന് ടോമിൻ്റെ മേളിൽ എന്തൊക്കെയോ ഡൗട്ട് ഉണ്ടാവുന്നതും. ഇപ്പോൾ ആ ഒരു ഡൗട്ട് അടിച്ചിട്ടാണ് ഇവൻ നേരെ ഇവൻ്റെ പുറകെ വെച്ച് പിടിച്ചേക്കുന്നത്. ടോം ആണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മ നല്ല ഉറക്കത്തിലാണ്. അമ്മയുടെ സിറ്റുവേഷൻ കണ്ടിട്ട് അവന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. അമ്മയുടെ കൈയും പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നമ്മുടെ സ്പ്രൈറ്റിനെ കാണുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കാഴ്ചപ്പാടിൽ അത് സീന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നത്തെ സീനിൽ ടോമും സ്പ്രൈറ്റും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോം പറയുന്നുണ്ട് അമ്മയ്ക്ക് അസുഖം ഭയങ്കര കൂടുതലാണ്, അതേപോലെ തന്നെ ചിലവെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അധികം എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് ഞാൻ പാർട്ട് ടൈം ജോബിന് പോയേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇടയ്ക്ക് എന്നെ കോളൊക്കെ ചെയ്യുന്നത്. അല്ല നീ വിചാരിക്കുമ്പോൾ ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിനക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ കോച്ചിൻ്റെ അടുത്ത് സംസാരിച്ചൂടെ, നീ വോളിബോളിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പാർട്ട് ടൈം ജോബും ചെയ്യുന്നുണ്ട്, ഇത് രണ്ടും കൂടി നിന്നെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, നിനക്ക് ഇടയ്ക്കൂടെ ഒരു ഫ്രീ ടൈം കിട്ടണ്ടേ, സോ അതിന് വേണ്ടിയിട്ട് നീ ഇത് കോച്ചിൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ടോം ആണെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നില്ല കോച്ച് ഇത് സമ്മതിക്കുമെന്നൊക്കെ, നീ നല്ലൊരു പ്ലെയർ ആണ്, കോച്ച് സമ്മതിക്കാതിരിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സ്പ്രൈറ്റും. അതിൻ്റെ ഇടയിൽ കൂടെ സ്പ്രൈറ്റ് അവനെ സംശയിച്ചാൽ സോറിയും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മൾ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സി ആയിട്ട് വിളിച്ച് സംസാരിക്കുകയാണ്. സി എടുത്ത് പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കും പോലെ ആ ഒരാൾ ടോം അല്ല, ടോം പാർട്ട് ടൈം ജോബിനാണ് പോകുന്നത് അവൻ്റെ അമ്മയുടെ മെഡിസിൻ ചിലവൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ ടോം ഒന്നും അല്ല എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സി നിൽക്കുന്നിടത്തേക്ക് ആരോ ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സി കോള് കട്ട് ചെയ്തിട്ട് അവൻ പെട്ടെന്ന് മേളിലേക്ക് കയറി പോവാണ്. അവിടേക്ക് വരുന്ന വേറെ ആരുമല്ല കോയാണ്. ആരുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് കയറി വരുന്നത്. അന്നേരം ഫോണിൽ പറയുന്നുണ്ട് എനിക്ക് അധികം ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, പിന്നെ ഞാൻ ഉള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം, അതേപോലെ തന്നെ നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് ഒന്നും മറന്നു പോകാനൊന്നും പാടില്ല എന്ന്. അങ്ങനെ നൈറ്റ് ആവുകയാണ്. നൈറ്റ് ആകുമ്പോൾ സി സ്പ്രൈറ്റിനെ വിളിക്കുന്നുണ്ട്. അവരുടെ ഗ്രൂപ്പിലെ സ്പൈ എന്ന് പറയുന്നത് കോയാണെന്നൊക്കെ സി പറയുമ്പോൾ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ പറ്റിയിട്ട് കോച്ചിൻ്റെ അടുത്ത് പറയാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോയുടെ ഫ്യൂച്ചറിൽ പിന്നെ അവന് വോളിബോൾ കളിക്കാൻ പറ്റത്തില്ല എന്ന് സിയും. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് പോയി സംസാരിക്കാമെന്ന് സ്പ്രൈറ്റ് പറയുമ്പോൾ നിനക്കെന്താ വട്ടാണോ, നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സമ്മതിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ, അതിന് കൂടുതൽ എവിഡൻസ് വേണം, നാളെ തന്നെ അതിനുള്ള എവിഡൻസ് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ സി അവൻ ഹെൽപ്പ് ചെയ്തോളാന്ന്. അങ്ങനെ പിറ്റേ ദിവസം സ്പ്രൈറ്റ് ആരും ലോക്കർ റൂമിൽ ഇല്ലാത്ത ടൈമിൽ നേരെ പോയി ചെന്ന് നമ്മുടെ കോടെ ലോക്കർ റൂം തുറക്കുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഫോൺ ഇരിക്കുവാണ്. ഫോണെടുത്ത് നോക്കുമ്പോൾ അത് പാസ്വേഡ് ഇട്ട് വെച്ചേക്കാണ്. പാസ്വേഡ് മാറ്റാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല. ആ ഒരു കറക്റ്റ് ടൈം തന്നെ അവിടേക്ക് എല്ലാവരും വരുന്ന ഒരു സൗണ്ട് കേൾക്കുവാണ്. കേട്ട പാടെ തന്നെ അയ്യോ ഇനിയിപ്പോൾ ഇത് എവിടെ ഒളിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെങ്കിൽ ആ ഒരു ഫോൺ എടുത്തിട്ട് അവൻ്റെ ആ ഒരു ട്രൗസറിൻ്റെ അകത്തേക്ക് അങ്ങ് വെച്ചേക്കാണ്. വെച്ച പാടെ തന്നെ ഇനിയിപ്പോൾ എന്തോ ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ അവനിങ്ങനെ അകപ്പാട് നിന്ന് പരങ്ങുവാണ്. ഇവരകത്തേക്ക് വരുമ്പോൾ കാണുന്നത് എയറിൽ വോളിബോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്പ്രൈറ്റിനെയാണ്. നീ എന്തുവാണ് ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കണ്ടുകൂടായോ, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്പ്രൈറ്റിന്റെ മറുപടി. പ്രാക്ടീസ് ചെയ്യാനല്ലേ കോട്ടുള്ളത്, അവിടെ പോയി ചെന്ന് പ്രാക്ടീസ് ചെയ്തോടെന്ന് ടോം ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് എന്താ കുഴപ്പമെന്നുള്ള ചോദിക്കുകയാണ്. ആ ടൈമിൽ ലോക്കർ റൂം തുറക്കുമ്പോൾ അവൻ ഒരുമാതിരി ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം അവൻ വെച്ച രീതിയിലല്ല ഒന്നും ഇരിക്കുന്നത്. അപ്പോൾ ടോമാന്നുണ്ടെങ്കിൽ കുളിക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ കോയാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. ഇത് കാണുന്ന ഡെഡാന്നുണ്ടെങ്കിൽ എന്ത് പറ്റി, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പറഞ്ഞ് ഡെഡ് ചോദിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല വാ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കോയ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോയി കഴിയുമ്പോഴാണ് നമ്മുടെ സ്പ്രൈറ്റ് ഒന്ന് ആശ്വാസമാവുന്നത്. അവൻ അവിടെ ഇരുന്നിട്ട് പിന്നെ ഫോണിന്റെ ലോക്ക് അഴിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അവിടെ പിന്നെ നമ്മുടെ ടോം കയറി വരുവാണ്. ടോമിനെ കണ്ടപാടെ തന്നെ വയറുവേദന എടുക്കുന്ന രീതിയിൽ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിനക്ക് ഇതെന്താ പിന്നെ പറ്റിയെന്നാണ് ചോദിക്കുമ്പോൾ അതോ ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ആകുമ്പോൾ സ്പ്രൈറ്റ് സിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ലോക്കൊന്നും അഴിക്കാൻ പറ്റുന്നില്ല, നിനക്ക് അവന്റെ ഫേസ്ബുക്ക് ഐ ഡി അറിയോ, അല്ലെങ്കിൽ നിനക്ക് അവന്റെ ബർത്ത്ഡേ എങ്കിലും അറിയോന്ന്. എനിക്കിതൊന്നും അറിയത്തില്ല എന്നാണ് സിയുടെ മറുപടി. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാൻ എന്തായാലും ഇതിവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോവാൻ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫോൺ ലോക്കായി പോകും. അങ്ങനെ ഫോൺ ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി എന്തായാലും അറിയാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയുമ്പോൾ നമ്മുടെ സി ആണെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാണ്, വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പാവം നമ്മുടെ സ്പ്രൈറ്റ് അല്ലേ, അവൻ എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും ഈ ഒരു സിക്ക് ഒരുമാതിരി ഒരു സാമട്ടിലാണ് അവൻ പെരുമാറുന്നത്. അങ്ങനെ പിറ്റേ ദിവസം കാണിക്കുന്നത് നമ്മുടെ സാമിനെയും തന്നെയാണ്. അന്നേരം സാമിനടുത്ത് ചോദിക്കുന്നുണ്ട് ഉടനെ തന്നെ നിങ്ങളുടെ കോമ്പറ്റീഷൻ വരാൻ വേണ്ടി പോലെ നീ ശരിക്കും സ്ട്രെസ്ഡ് ആണോന്ന്. ഞാൻ സ്ട്രെസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ്, കാരണം ഞങ്ങളുടെ ടീമിനകത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതെനിക്ക് ഒരുപാട് സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ താൻ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനത്തെ സംഭവം എന്ന്. അതോ ഞങ്ങളുടെ ടീമിൽ സ്പൈ ഉണ്ട്, ഞങ്ങളുടെ ടീമിന്റെ സ്ട്രാറ്റജി അവൻ എതിർ ടീമിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ തന്നാണെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ സാം, നിനക്ക് ചെറുപ്പം തൊട്ടേ വോളിബോൾ ഇഷ്ടമാണെന്നാണ് ചോദിക്കുമ്പോഴേ എനിക്ക് ചെറുപ്പം തൊട്ടേ വോളിബോളിനോട് അത്ര അധികം ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, അന്നൊക്കെ സി നന്നായിട്ട് തന്നെ വോളിബോൾ കളിക്കുന്നത് ഞാൻ കാണുമായിരുന്നു, എനിക്ക് സി ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ സി കാരണമാണ് ഞാൻ വോളിബോളിലേക്ക് വന്നത്, പക്ഷേ കളിക്കാൻ തുടങ്ങിയതിന് ശേഷം ശരിക്കും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് വോളിബോളിനോട്. ഇതൊക്കെ കേൾക്കുന്നത് തന്നെയാണെങ്കിൽ എനിക്കിപ്പോൾ സിയെ കണ്ടിട്ട് ജലസായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സാം ആണെങ്കിൽ അതിൻ്റെ റീസൺ ചോദിക്കുന്നുണ്ട്.
അതിന്റെ റീസണ് നീ എപ്പോഴും സി അല്ലേ സ്നേഹിക്കുന്നത്, ഞാൻ സി ആയിരുന്നെങ്കിൽ നീ എന്നെ ഇഷ്ടപ്പെടുമായിരുന്നല്ലോ എന്നൊക്കെ തന്നെ പറയുമ്പോൾ ഓ അതൊക്കെ മുമ്പത്തെ കാര്യമല്ലായിരുന്നു എന്ന് നമ്മുടെ സാം മുമ്പത്തെ കാര്യമായിരുന്നോ, അപ്പൊ പിന്നെ നിനക്ക് ഇപ്പൊ ആരെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ചോദിക്കുമ്പോൾ സാം അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അവൻ മിണ്ടാതെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഓക്കെ എന്നാ പിന്നെ നീ മറുപടി പറയണ്ട, ഞാൻ തന്നെ നിന്റെ അടുത്ത് ചോദിക്കാം, നീ എന്റെ ബോയ് ഫ്രണ്ട് ആവുമെന്ന് നമ്മൾ തന്നെ അങ്ങ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. നീ എപ്പോഴാണ് ഇത് എൻ്റെ അടുത്ത് ചോദിക്കുന്നതെന്ന് കരുതിയിരിക്കുകയായിരുന്നു സാമും. ആക്ച്വലി ഇവർ തമ്മിൽ കപ്പിൾസ് ആയെന്ന് തോന്നുന്നു, കാരണം കറക്റ്റ് ആയിട്ടുള്ള മറുപടിയല്ല സാം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അവന്റെ ഫോൺ അവന്റെ കയ്യിൽ ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഫോൺ ഇരിപ്പുണ്ട്. ആ സാധനം ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു പുതിയ ഒരെണ്ണം വാങ്ങിക്കണമെന്ന്. ഇതും പറഞ്ഞ അവനിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്തായിട്ട് എന്റെ സീ നിൽപ്പുണ്ട്. സീ ഭയങ്കര ദേഷ്യത്തിലാണ് ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അതിനുശേഷം എല്ലാവരും കൂടി ലോക്കർ റൂമിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. നമ്മളെ ചെയ്യാന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റ് അല്ലല്ലോ, അത് കാരണം നമ്മൾ ഫസ്റ്റിനെ മൈൻഡ് ചെയ്യാതെ പോകണം. ഫസ്റ്റ് ആണെങ്കിൽ കുറച്ചേരം ഇങ്ങനെ സിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഇവന്മാര് സംസാരിക്കുന്ന ഫുള്ളും ഇവരുടെ ആ കഴിഞ്ഞ കോമ്പറ്റീഷനെ പറ്റിയാണ്. കഴിഞ്ഞ കോമ്പറ്റീഷനിൽ ഇവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു എതിർ ടീം കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര പാടുപെട്ടിട്ടായിരുന്നു കഴിഞ്ഞ കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇനി ആരെങ്കിലും സ്പൈ ആയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, സി തന്നെയായിരിക്കും. കാരണം സി എല്ലാ കളിയിലും ഒരേ സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് കളിക്കുന്നത്. അപ്പൊ പിന്നെ അവനായിരിക്കാനുള്ള സാധ്യത കൂടുതലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ബാക്കി ആരും അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. നമ്മളെ ടീമിൽ നിന്ന് തന്നെ അങ്ങനെ ഒരാളുണ്ടാവോ, അതിനുള്ള സാധ്യത ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായിട്ടും ഇതിനെ പറ്റിയിട്ടുള്ള സംസാരം തീർന്നിട്ടില്ല. പിന്നെ ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡെഡ് പറയുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് നമ്മുടെ ടീമിൽ തന്നെ സ്പൈ ഉണ്ടെന്ന്. ബാക്കിയുള്ളവന്മാർക്ക് ചിരിയാണ് വരുന്നത്. നീ എന്താ പറയുന്നത്, നമ്മുടെ ടീമിലുള്ള ആൾക്കാർ സ്പൈ ആവുമെന്ന്? അങ്ങനെയൊന്നും വരാൻ ഒട്ടും തന്നെ ചാൻസ് ഇല്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ആരും പരസ്പരം ചതിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല എന്ന് പറയുമ്പോൾ ഡെഡാന്നുണ്ടെങ്കിൽ തറപ്പിച്ച് പറയുന്നുണ്ട്. ഇല്ല, ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നീക്കങ്ങള് എങ്ങനെ എതിർ ടീം അറിയാനാന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്ന നമ്മുടെ മൈക്കാണെങ്കിൽ നീ ഒരുപാട് സിനിമ കൊണ്ട് വഷളായി പോയെന്നാ തോന്നുന്നു, മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ നമ്മുടെ ഡെഡിനായിട്ട് വാരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം കൊച്ച് പുതിയ സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവർക്കും സ്ട്രാറ്റജി പറഞ്ഞൊക്കെ കൊടുത്തതിന് ശേഷം എല്ലാവരും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയിക്കോളാൻ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ സ്പ്രൈറ്റ് നോക്കുമ്പോൾ ഒരു ഫോണൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആക്ച്വലി അവൻ ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം ഫോട്ടോസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം അത് എതിർ ടീമിന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ NSU ടീമിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഡീലിങ്സ് ഒരിക്കലും മറക്കാൻ പാടില്ല. എനിക്ക് നിങ്ങളുടെ ടീമിലെ സ്റ്റാർട്ടഡ് ആവണം. എനിക്ക് ഇവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ടെന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തായിട്ട് നിന്നുകൊണ്ട് നമ്മൾ സ്പ്രൈറ്റ് ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വെച്ച് അവന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഈ മെസ്സേജിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട്. നമ്മൾ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് മാറിപ്പോയിട്ട് ഫൈനലി അവൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ അങ്ങ് രക്ഷപ്പെടുവാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കോരടുത്ത് നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മൾ സാൽമോൺ സി വരുന്നുണ്ട്. സി വന്ന പാടെ തന്നെ ഇവന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണേ. നീയല്ലേ ഞങ്ങളുടെ ടീമിലെ സ്പൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കോയെന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ നമ്മുടെ സാൽമോൺ എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മുടെ സ്പ്രൈറ്റ് എടുത്ത ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഇവനിങ്ങനെ എതിർ ടീമുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ, അതെടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട്. ഇനി നിനക്ക് രക്ഷ ചെയ്യുന്നില്ല, നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ പിന്നെയും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ അതായത് നമ്മുടെ സി ആണെങ്കിൽ ഇവന്റെ കഴുതി കൊടുക്കാൻ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് മുറുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ നീ സത്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ സത്യം പറയാൻ ഒരുക്കമല്ല. അതേസമയം അവിടേക്ക് മൈക്കും ജാക്കും ഫസ്റ്റ് വരുന്നുണ്ട്. എന്തിനാ കോയ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ അവിടേക്ക് വരുന്നത്. അപ്പൊ സി പറയുന്നുണ്ട് നീ തന്നെ അതിനുള്ള മറുപടി വരാക്കോന്ന്. കോയാണെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിച്ച്, ഞാനാണ് നമ്മുടെ ടീമിലെ സ്പൈ എന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ജാക്കിനാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ഫസ്റ്റും ചോദിക്കുന്നുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കുള്ള ഗുണം എന്താന്ന്. ഇതൊക്കെ കേൾക്കുന്ന മൈക്കിന് ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. സാൽമോണാണെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഫ്യൂച്ചറിനെ പറ്റി ഇങ്ങനെ തിങ്ക് ചെയ്തോ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്ക് അറിയുമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ കോയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ചിരിച്ചിട്ട് എൻ്റെ ഫ്യൂച്ചറോ അങ്ങനെ ഒന്നുണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ ഫ്യൂച്ചർ ഉള്ളത്, എനിക്ക് ഫ്യൂച്ചർ ഉണ്ടോ, നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെ പറ്റി തിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മൈക്കിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഇവൻ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നിന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്തത് നീയാണ്, നിനക്ക് നന്നായിട്ട് കളിക്കാൻ വേണ്ടി പറ്റിയില്ല, അതുകൊണ്ടാണ് നീ ഒരു പകരം കളിക്കാരനായി മാറിയത്, അല്ലാതെ ഞങ്ങളുടെ ഒന്നും തെറ്റില്ല എന്ന് പറയുമ്പോൾ കോയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഫ്യൂച്ചർ ഇല്ല, നിങ്ങൾക്ക് മാത്രമാണ് ഫ്യൂച്ചർ ഉള്ളത്, ഞാനൊരു പകരം കളിക്കാരൻ മാത്രമാണ്. സോ നിങ്ങൾ ആരെങ്കിലും തോറ്റെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതേസമയം നമ്മുടെ എതിർ ടീം എന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്നറിയോ, ഞാൻ അവരുടെ ടീമിലേക്ക് ചെല്ലാന്നുണ്ടെങ്കിൽ എന്നെ ഒരു സ്റ്റാർട്ടഡ് ആക്കാന്ന്. എനിക്ക് അത് തന്നെ വേണ്ടുന്ന കാര്യം എന്ന് പറയുമ്പോൾ ജാക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ പറ്റിയിട്ട് കോച്ചിൻ്റെ അടുത്ത് സംസാരിക്കാം, അതായിരിക്കും നല്ലതെന്ന്. ഇദ്ദേഹത്തെ സാൽമോണാണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, നമ്മൾ കോച്ചിൻ്റെ അടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവന് ജീവിതത്തിൽ ഒരിക്കലും വോളിബോൾ കളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ സ്വന്തമായിട്ട് തന്നെ ക്വിറ്റ് ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലത്. പിന്നെ നീ ഇപ്പൊ ചെയ്ത ഈ ഒരു പ്രവൃത്തിയില്ലേ അത് ശരിക്കും മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഇനി നീ ഇതല്ല വേറൊരു ടീമിൽ പോയി ചെന്ന് ജോയിൻ ചെയ്താലും നീ ഒരിക്കലും ആ ടീമിനോട് ഇങ്ങനെയൊന്നും
ചെയ്യാൻ പാടില്ലാന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ കോയ്ക്ക് ഒരുമാതിരി ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവനാന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യാൻ പോകണമെന്ന് സമ്മതിക്കുകയും ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് സിയെ സാൽമോണിനെയാണ്. രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാൽമൺ നമ്മുടെ സിയെ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇൻ കേസ് അവൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ സി ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്? അതോ നിങ്ങൾ രണ്ടുപേരും ആൾമാറാട്ടം നടത്തുന്നില്ലേ? ഒരു കണക്കിന് അതൊരു തെറ്റല്ലേ നീ? ഏയ് അവൻ ചെയ്തത് വേറെ രീതി, ഞാൻ ചെയ്തത് വേറെ രീതി. ഞാൻ ഒരിക്കലും നമ്മുടെ ടീമിന് ദോഷം വരുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ നിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് നാളായിട്ട് നീ അല്ലേ എന്നെ കെയർ ചെയ്യുന്നത്? എനിക്കിപ്പോൾ നിന്നെ കെയർ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. സോ ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ എന്ന് നമ്മുടെ സാൽമോൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് നമ്മൾ സി ചോദിക്കുമ്പോൾ സാൽമൺ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സാൽമൺ എന്നാണെങ്കിൽ സിയുടെ തോളത്തിൽ ഇങ്ങനെ ചാഞ്ഞ് കിടക്കാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാംകീൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവളിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. തൊട്ടുപുറകെ കൂടെ തന്നെ ഫസ്റ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് വന്ന പാടെ തന്നെ ഈ പെണ്ണിനെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. ഫസ്റ്റ് നോക്കിയിട്ട് അവൻ ഭയങ്കരമായിട്ട് തന്നെ വിഷമം വരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം സി ആണെങ്കിൽ ഒരിടത്ത് നിൽക്കുമ്പോൾ അവിടേക്ക് ഫസ്റ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് വന്ന പാടെ തന്നെ എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണം. നിനക്ക് സാൽമോണിൻ്റെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന്. പക്ഷേ നമ്മൾ അതിന് സി മറുപടി ഒന്നും പറയുന്നില്ല. എനിക്കിപ്പോൾ തന്നെ അറിയണം. നീ ഒരിക്കൽ പറഞ്ഞാണ് എന്നെ ഇഷ്ടമാണെന്ന്. അത് നീ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിയുടെ കയ്യിലേക്ക് കയറി പിടിക്കുമ്പോൾ സിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോ, ഞാൻ നിന്നെ ഒരിക്കൽ പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ ഒരിക്കലും എൻ്റെ കൺമുമ്പിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സി ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാണ്. പിന്നെ നമ്മുടെ ഫസ്റ്റിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അവൻ എപ്പോഴും വരാനുള്ള സ്ഥലമല്ലേ. ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. സീവൻ്റെ മുഖത്തൊക്കെ പറഞ്ഞായിരുന്നല്ലോ അവനൊരിക്കലും അവൻ സ്നേഹിച്ചിട്ടില്ല, അതേപോലെ തന്നെ ഇനി ഒരിക്കലും അവന് മുമ്പിലേക്കൊന്നും വരാൻ പാടില്ല എന്നൊക്കെ. അതും ആലോചിച്ചിട്ട് അതേപോലെ തന്നെ സ്പ്രൈറ്റ് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ അവനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ. അതിനുശേഷം രണ്ടുപേരും കിസ് ചെയ്യുന്നത്, ഇൻറ്റിമേറ്റ് ആവുന്നത്, അങ്ങനെ ഒരുപാട് സീൻസൊക്കെ ആലോചിച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പിറ്റേ ദിവസമാണ് കോ ക്വിറ്റ് ചെയ്ത കാര്യം സാമും ടോമും ഡെഡും അറിയുന്നത്. അപ്പോൾ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചിലപ്പോൾ അവൻ ആരുടെയെങ്കിലും പലിശയ്ക്ക് പൈസ വല്ലതും എടുത്ത് കാണും, അത് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവൻ ഓടിപ്പോയത്, അങ്ങനെ വല്ലതും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് മൂന്നുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് തന്നെ മൈക്ക് ജാക്കുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. കാരണം ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാലോ, അവരിതുവരെ ആരുടെ പറഞ്ഞിട്ടില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഫസ്റ്റിനെയും കോച്ചിനെയാണ്. ഫൈനലി അച്ഛനും മോനും ഒന്ന് സംസാരിക്കുന്നത് കാണാൻ പറ്റി. അന്നേരം അച്ഛൻ ഫസ്റ്റിനെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ? ഇന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് ഒരുമാതിരി വയ്യാതെ പോലെ, എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അന്നേരം ഫസ്റ്റ് ചോദിക്കുന്നത് സിയുടെ കാര്യമാണ് അച്ഛനോട്. സിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം തോന്നില്ലേ അച്ഛനെ? ഈയിടെയായിട്ട് അവൻ ഒരുമാതിരി സ്ട്രേഞ്ച് ആയിട്ടല്ലേ ബിഹേവ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കോച്ചാണെങ്കിൽ അത് എനിക്കും തോന്നിയിട്ടുണ്ട്. അവൻ ഫസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു രീതിയിലേക്ക് അവൻ തിരിച്ചു വരികയും ചെയ്ത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ അവനിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോലും വരാറില്ല, എനിക്ക് ഒരുമാതിരി വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ഇത്രയധികം വിയേർഡായിട്ട് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കും അവൻ റൂമിലോട്ടൊന്നും വരാത്തത്. നിങ്ങൾ രണ്ടുപേരും പിന്നെയും വഴക്കിട്ടോ? അങ്ങനെ വല്ല വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത മാച്ചിന് മുമ്പ് തന്നെ എല്ലാം ക്ലിയർ ചെയ്തണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അതേപോലെ തന്നെ അങ്കിൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ടോൺ ഇവിടേക്ക് വന്നിട്ടുണ്ട്, നീ എന്തായാലും പോയി അവനെ മീറ്റ് ചെയ്യണമെന്നൊക്കെ. അങ്ങനെ പിറ്റേ ദിവസം ആവാണ്. പിറ്റേ ദിവസം നമ്മൾ ഫസ്റ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ടോൺ എന്ന് പറയുന്ന പയ്യനില്ലേ, ആ പയ്യൻ വിളിക്കുന്നുണ്ട്. വിളിച്ച പാടെ തന്നെ ഞാൻ എൻ്റെ ഫോക്കറ്റിൽ ഇപ്പോൾ ഉണ്ട്, നമ്മൾ ഒത്തിരി നാളായില്ലേ കണ്ടിട്ട്, നീ എന്നെ മീറ്റ് ചെയ്യാൻ വരുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവനുമായിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ പുറയിലാണെങ്കിൽ 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്, എഫ് ആൻഡ് ഇസഡ് എന്നും പറഞ്ഞുകൊണ്ട്. അത് നമ്മുടെ സീഡയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഇസഡിന്റെ ലൈറ്റ് മാത്രം കത്തുന്നില്ല, എടുത്തു വെച്ച് തട്ടിയൊക്കെ നോക്കുന്നുണ്ട്, ഒരു തരത്തിലും അത് കത്തുന്നില്ല. പിന്നെ പോട്ട് അവനെ പോയി, പിന്നെ എന്തിനാ ലൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവൻ അത് അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട്. ഇവൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പയ്യനെ മീറ്റ് ചെയ്യാണ്ട് വരികയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ പോകുന്നത് ഒരു കേക്ക് ഷോപ്പിലേക്കാണ്. ചെന്നിരുന്ന പാടെ തന്നെ ഈ പയ്യൻ പറയുന്നത് അവൻ ഈ ഒരു നാട്ടിലേക്ക് വന്നതിന് ശേഷം ആദ്യം തന്നെ മീറ്റ് ചെയ്യാൻ വന്നത് ഫസ്റ്റിനെയാണ്. ഫസ്റ്റിന് ഒരുപാട് ഇഷ്ടമുള്ള രീതിയിലാണ് അവൻ്റെ സംസാരം. അന്നേരം നമ്മുടെ ഫസ്റ്റ് സോറി പറയുന്നുണ്ട്. അവൻ മെസ്സേജ് അയച്ചിട്ട് അതിനൊന്നും റിപ്ലൈ കൊടുക്കാത്തതിന് നീ അതിന് സോറി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം നീ വോളിബോളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരുപാട് ബിസിയാണെന്ന്, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിൻ്റെ അടുത്ത് സോറി പറയല്ലേന്ന് അവനും. അങ്ങനെ അതിനുശേഷം ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ലവ് കൺഫസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം തൊട്ടേ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട് അതിനുള്ള റീസൺ എന്താ, നീ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താന്ന്? അതിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? നീ വോളിബോൾ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്, അതേപോലെ നിന്നെ കാണാൻ ചാമിങ് ആണ്, അതൊക്കെ കൊണ്ട് എനിക്ക് ഒരുപാട് നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഫസ്റ്റിന്റെ കൈ പിടിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഏറ്റവും കൂടുതൽ ഇഷ്ടം നീ വോളിബോളൊക്കെ കളിക്കത്തില്ലേ, അപ്പൊ നിന്നെ കാണാൻ ഭയങ്കര അധികം ക്യൂട്ടാണ്, എനിക്ക് നിന്റെ മേലെ കണ്ണെടുക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴേ നമ്മുടെ ഫസ്റ്റിന്റെ കണ്ണിൽ ആ മുമ്പിരിക്കുന്ന സ്പ്രൈറ്റ് ആയിട്ടാണ് അവനെ ഫീൽ ചെയ്യുന്നത്. അത് കാണാൻ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൈയെടുക്കാതെ അങ്ങനെ തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്പ്രൈറ്റ് എപ്പോഴും ഫസ്റ്റ് നോക്കി ഒരുമാതിരി ചിരിക്കത്തില്ലേ, പിരികൊക്കെ പൊക്കിയിട്ട് അതേപോലെ ഇരുന്ന് ചിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബോധം വന്നിട്ട് അയ്യോ ഇത് സ്പ്രൈറ്റ് അല്ലല്ലോ, പെട്ടെന്ന് തന്നെ കൈയെടുത്ത് മാറ്റുന്നുണ്ട്. അത് ഞാൻ പിന്നേന്നൊക്കെ പറയാൻ വേണ്ടി വരുമ്പോഴേ ഈ പയ്യന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വിട്ട് കളഞ്ഞിക്ക്, അപ്പൊ ഇത് കഴിക്കുന്നു പറഞ്ഞിട്ട് രണ്ടും കൂടി കഴിച്ചോണ്ടിരിക്കുകയാണ്.
അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ സ്പ്രൈറ്റിനെയും തന്നെയാണ്. സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യണം, ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഭയങ്കര ദേഷ്യമാണ്, ഈ ഒരു സി പയ്യാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്ത് കൂട്ടി വെച്ചേക്കുന്നത് എനിക്ക് അറിയത്തതും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെ തന്നെ ആണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, അവൻ്റെ അടുത്ത് പോയിച്ചൊന്ന് സംസാരിക്കണം. ഇതേക്കും സ്പ്രൈറ്റ് ആണെങ്കിൽ അയ്യോ എനിക്ക് പേടിയാണ് പോയിച്ചൊന്ന് സംസാരിക്കാം, ഞാൻ സി അല്ല എന്നുള്ള വിവരം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു സ്പ്രൈറ്റ് പറയുമ്പോഴേ അതൊക്കെ നിനക്ക് ആവശ്യമുള്ള കാര്യമാണ്. കാരണം നീ കാരണമാണ് അവനിപ്പോൾ പ്രശ്നത്തിലായിട്ടുള്ളത്. അപ്പോൾ പിന്നെ നീ വഴക്ക് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് നീ എന്തായാലും വഴക്ക് കേട്ടേ പറ്റത്തുള്ളൂ. നിനക്ക് അവനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അവൻ്റെ അടുത്ത് സംസാരിച്ചേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ അവൻ ദേഷ്യപ്പെട്ടാലും ശരി ഇല്ലേലും ശരി തന്നെ, അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാലും നിനക്ക് അവനെ ശരിക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ പിന്നെ അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് ആ ഒരു ടോണിനെ ഫസ്റ്റിനെയാണ്. അന്നേരം ഫസ്റ്റിന്റെ അടുത്ത് ടോൺ ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മയുടെ ബർത്ത്ഡേ വരാൻ വേണ്ടി പോകണം, എനിക്ക് ഗിഫ്റ്റ് സെലക്ട് ചെയ്യണം, നീയും വരുമെന്ന് പറഞ്ഞ് ചോദിക്കുവാണ്. സ്റ്റോക്കി പറയുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്പ്രൈറ്റ് ദൂരത്ത് നിന്ന് വരുന്നത്. അവൻ ഇതൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ട പാടെ തന്നെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, നീ ഇപ്പൊ എവിടെയാന്ന് പറഞ്ഞ് ചോദിച്ചോണ്ട്. ഫസ്റ്റ് ആണെങ്കിൽ മെസ്സേജ് കണ്ടിട്ട് ചുറ്റിനും നോക്കുമ്പോൾ സ്പ്രൈറ്റിനെ കാണുന്നുണ്ട്. സ്പ്രൈറ്റിനെ കണ്ട പാടെ തന്നെ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് തന്നെ അവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പയ്യനില്ലേ ടോൺ എന്ന് പറഞ്ഞ പയ്യൻ, ആ ഒരു പയ്യനെ ഹഗ് ചെയ്തിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ്. സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ തൊട്ട് കുറെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പയ്യനാണെന്നുണ്ടെങ്കിൽ അടുത്ത ഡിസൈൻസ് നോക്കാൻ വേണ്ടി അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ടൈമിൽ സ്പ്രൈറ്റ് ആണെങ്കിൽ പെട്ടെന്ന് എന്നിട്ട് ഫസ്റ്റിന് അടുത്ത് പറയുന്നുണ്ട്, ഫസ്റ്റ് എനിക്ക് നിന്നിട്ട് സംസാരിക്കാനുണ്ടെന്ന്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ആണെങ്കിൽ അതിനൊന്നും ഒരുക്കമല്ല. പെട്ടെന്ന് തന്നെ അവരുടെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ മിണ്ടത്തില്ല എന്ന് എഴുതിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴേ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നീ വെറുതെ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്, നീ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നീ ഒരിക്കൽ പോലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇനി ഒരിക്കലും നിന്റെ കൺമുമ്പിൽ വരാൻ പാടില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സ്പ്രൈറ്റിന് മനസ്സിലാവുന്നുണ്ട് സി ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന്. പ്ലീസ് എനിക്ക് പറയാനുള്ള കാര്യം കൂടി നീ കേൾക്ക്, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവനൊന്നും സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനിൽ സിയെ സ്പ്രൈറ്റിനെ സാൽമോണെയാണ് കാണിക്കുന്നത്. സാൽമോണും സിയയും കൂടി എന്തൊക്കെയോ സംസാരിക്കാൻ വേണ്ടി സ്പ്രൈറ്റിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാൽമോൺ ആണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാനുള്ള ഡ്രിങ്ക്സ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെങ്കിൽ സി അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇവിടേക്ക് വിളിച്ചതെന്ന്. അതോ നിനക്ക് വരെ 3 ദിവസത്തേക്ക് ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്തോളാം, നീ എനിക്ക് പകരം പോയിച്ചെന്ന് വോളിബോൾ കളിച്ചോളാൻ നമ്മുടെ സി സമ്മതിക്കുന്നുണ്ട്. ഇതേക്കുന്ന സ്പ്രൈറ്റ് ആണെങ്കിൽ നിനക്ക് ഉറപ്പാണോ, നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് സി ചിന്തിക്കുന്നത് അത് മുമ്പ് നമ്മുടെ സ്പ്രൈറ്റ് ഫസ്റ്റ് ഇഷ്ടമാണെന്നുള്ള കാര്യം സി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതും പിന്നെ നമ്മുടെ സ്പ്രൈറ്റ് തുടക്കത്തിൽ വോളിബോൾ കളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവൻ ഇതിനെ പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുമാതിരി തളർന്ന് താഴത്തേക്ക് വീണ് കിടക്കുമ്പോൾ ഇതെല്ലാം സി വന്ന് ഓടിച്ചെന്നതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അതും പിന്നെ അതേപോലെ തന്നെ ഇവനെ മുമ്പേക്ക് വിളിച്ച് പറയുന്നത് ഇവന് ഇതേപോലെ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യണം, അതുകൊണ്ട് കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ സിക്ക് സമ്മതമാണെന്നുള്ള കാര്യം ഇതൊക്കെ ഇപ്പോൾ ആലോചിച്ചിട്ട് ഇവൻ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം പ്രാക്ടീസിന് ചെല്ലുന്നത് നമ്മുടെ സ്പ്രൈറ്റ് ആണ്. സ്പ്രൈറ്റ് ചെല്ലുമ്പോൾ ഫസ്റ്റ് ഒറ്റയ്ക്ക് ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ കൂടെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ദേഷ്യപ്പെടുന്നുണ്ട്, ഇല്ല എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവൻ മാറിപ്പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്പ്രൈറ്റ് അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യമാണോ എന്നൊക്കെ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചത് നമ്മുടെ ഫസ്റ്റ്. സ്പ്രൈറ്റ് പിന്നെ മിണ്ടാതങ്ങ് നിൽക്കുകയാണ്, അവന് പിന്നെ എന്തോ പറയണമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് സാൽമോണി സിയാണ്. രണ്ടുപേരും ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ സി അടിച്ച ആ ഒരു റെസ്റ്റോറൻറ്റ് അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേ രണ്ടുപേരും സംസാരിക്കുന്നത് അതിനെ പറ്റി തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാൽമോൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറപ്പുണ്ടോ അവർ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. ഞാൻ ഒരിക്കൽ ബാത്റൂമിൽ നിന്നപ്പോൾ ബോയും ഡോങ്ങും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അവർ തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷെ അവർ പറയുന്നത് ഇതിനകത്ത് ഒരു എവിഡൻസും തന്നെ ബാക്കി വെച്ചിട്ടില്ല, അവിടെ നിന്നുണ്ടെങ്കിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ അടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും അവിടെ നിന്ന് വീണ് പോയിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് സി ചോദിക്കുമ്പോൾ സാൽമോൻ അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്, അതൊക്കെ പോട്ടെ നമ്മളിപ്പോൾ നടന്നു വരുന്ന വഴിയിൽ നമ്മളൊരു ക്യാമറ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതും പറഞ്ഞിട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ക്യാമറ കാണുന്നുണ്ട്. സോ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അടുത്തത് ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.